കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വജ്രായുധം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ക്യാപ്റ്റൻ ആഡ്രിയാൻ ലൂണ ഡൂറൻ കപ്പിൽ ഒരു മോശമായ പ്രകടനം അല്ലെങ്കിൽ ഒരു മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ആരാധകർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം താരത്തിന് ഒരു ഗോൾ പോലും ഡൂറൻ കപ്പിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡ്യൂറൻ കപ്പിൽ അദ്ദേഹം അത്രയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാറില്ല. എല്ലാ ഡ്യൂറൻ കപ്പുകളിലും അങ്ങനെയാണ്. താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ സീസൺ മുതൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ISLലേക്ക് എത്തുമ്പോൾ ഡ്യൂറൻ കപ്പിൽ കളിച്ച ലൂണയാണോ നമ്മൾ കാണുന്നതെന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമുക്ക് പല സീസണുകളിലും കാണാനായിട്ട് സാധിച്ചിരുന്നു. ഡ്യൂറൻ കപ്പിൽ പല മത്സരങ്ങളിലും മോശമായി കളിച്ച അഡ്രിയാൻ ലൂണയാണോ ISLൽ കളിക്കുമ്പോൾ എത്തുന്നതെന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. കാരണം ഓരോ മത്സരങ്ങളിലും ISL മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനായി അവതരിക്കാൻ കഴിയുന്നൊരു താരം കൂടിയായിരുന്നു അഡ്രിയാൻ ലൂണ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉറപ്പുണ്ട്, ISL ആവുമ്പോൾ ലൂണ തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും 2027 വരെയുള്ള വലിയൊരു കരാർ ബ്ലാസ്റ്റേഴ്സ് നൽകിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനാകാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൊണ്ട് മാത്രമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ രക്ഷകനായി ലൂണയ്ക്ക് ISLൽ അവതരിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും ലൂണ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ബാൻഡും അണിഞ്ഞെത്തുന്നത് വെറുതെയല്ല, ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ തന്നെയാണ്. ഇത്തവണ കിരീടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ കിരീടം നേടുന്ന ക്യാപ്റ്റനാവണം എന്നുള്ള ആഗ്രഹം വരെ ലൂണ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആ കന്നി കിരീടത്തിൽ മുത്തമിടാൻ എന്നുള്ളതിൽ. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനായി മാറാൻ ലൂണയ്ക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം.